ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓല വെട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിന് ചൂട്ടെന്നും പറയും. അപ്പം അത് കുറച്ച് വെട്ടിക്കൊണ്ട് വന്ന് നമ്മളതൊന്ന് വൃത്തിയായിട്ട് ചീകി എടുക്കുന്നുണ്ട്. കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയാണ് കിട്ടിയത്. അപ്പം അതൊന്ന് ചീകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. ഒരു ദിവസത്തെ വെയിൽ കൊണ്ടു ഈർക്കിളിയൊക്കെ നല്ലൊരു ബലം വെച്ചോട്ടെ. എന്നിട്ട് ജസ്റ്റ് ഒരു കുപ്പിയിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചൂലാണ് കാണിക്കുന്നത്. ഒരു 10-50 ഈർക്കിളി മതി. അത് നമുക്ക് മിറ്റിലൊക്കെയുള്ള ചരലുള്ള അടുത്തൊക്കെ അടിക്കാൻ ഏറ്റവും സുഖം ഇതാണ്. ഒരു ഇങ്ങനത്തെ അടപ്പിങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ ഉള്ള കൂട്ട് കുപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരറ്റം ചെറുതായിട്ട് തുള ഇട്ട് കൊടുക്കാം. വളരെ ഈസിയാണ്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഓരോ പാകത്തിനുള്ള കുറച്ചീച്ച ഈർക്കിളി എടുത്ത് കൊടുക്കുക. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാറ വന്ന് നോക്കുന്നുണ്ട്. അതാണ് മോള് പറയുന്നത്. പിന്നെ ഞാൻ പയ്യെ എല്ലാം ചെയ്തു. നിറച്ച് ഫില്ലാക്കി. കുറച്ച് പണിയേ ഉള്ളൂ, പക്ഷേ എളുപ്പമാണ്. അതിൻ്റെ ഇടയിൽ മോളും ഓരോന്നെടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നിറച്ച് കൊടുക്കുക. പിന്നീട് ലൂസായിട്ട് ഓരോന്ന് ചാടിപ്പുണ്ടല്ലോ. ഫൈനലി നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഉരുക്കുകയും കൂടെ ചെയ്താൽ നല്ല ടൈറ്റായിട്ടിരിക്കും. മസ്റ്റ് ട്രൈ. ബൈ.